ഹായ് എവരിവൺ, ഡോക്ടർ ഷിഹാബ് ബാലക്കനാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു സാധാരണ ബ്ലഡ് ടെസ്റ്റിനെ കുറിച്ചല്ല, മറിച്ച് നിങ്ങളുടെ ഭാവി ആരോഗ്യം എങ്ങനെയായിരിക്കും എന്ന് മുൻകൂട്ടി കാണിച്ചു തരുന്ന ഒരു പ്രധാന ബ്ലഡ് ടെസ്റ്റിനെ കുറിച്ചാണ്. അതാണ് HbA1c. കേരളത്തിൽ ഇന്ന് പ്രമേഹ രോഗികളുടെ എണ്ണം വളരെ വേഗത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. പലർക്കും ഷുഗർ ഉണ്ട് എന്നറിയാം, പക്ഷേ എന്താണ് HbA1c, അത് എത്രമാത്രം പ്രധാനമാണ്, അത് കുറയ്ക്കാൻ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യണം, ഇതൊന്നും വ്യക്തമായി അറിയാത്തവരാണ് കൂടുതൽ പേരും. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് അവയെക്കുറിച്ച് ഒക്കെ മനസ്സിലാക്കാം. ആദ്യമായി HbA1c എന്താണെന്ന് മനസ്സിലാക്കാം. നമ്മുടെ രക്തത്തിൽ ഹീമോഗ്ലോബിൻ എന്ന ഒരു പ്രോട്ടീൻ ഉണ്ട്. അതാണ് നമ്മുടെ ശരീരത്തിലുടനീളം ഓക്സിജനെ എത്തിക്കുന്നത്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അത് ഗ്ലൂക്കോസ് ആയി മാറി രക്തത്തിൽ എത്തുന്നുണ്ട്. ഈ ഗ്ലൂക്കോസ് ഹീമോഗ്ലോബിനോട് ചേർന്ന് നിൽക്കുകയാണ് ചെയ്യുന്നത്. രക്തത്തിൽ എത്ര അധികം പഞ്ചസാര ഉണ്ടോ അത്ര അധികം ഗ്ലൂക്കോസ് ഹീമോഗ്ലോബിനോട് ചേർന്ന് ഇരിക്കുകയും ചെയ്യും. ഈ അളവാണ് HbA1c എന്ന് പറയുന്നത്. ഇത് ഒരു ദിവസത്തെ ഷുഗർ അല്ല, മറിച്ച് കഴിഞ്ഞ 3 മാസത്തെ ശരാശരി ഷുഗർ നിലയാണ്. ഇനി ഈ HbA1c ലെവൽ എങ്ങനെ നമുക്ക് റീഡ് ചെയ്യാമെന്ന് നോക്കാം. ഇത് 5.7 താഴെയാണെങ്കിൽ അത് നിങ്ങൾ നോർമൽ ലെവലിലാണ്, ഷുഗർ ഇല്ലാത്ത സാധാരണ ലെവലിലാണ്. ഇനി ഇത് 5.7 6.4 ഇടയിലാണെങ്കിൽ നിങ്ങൾ പ്രീ ഡയബറ്റിക് ആണ്. മറിച്ച് ഇത് 6.5 മുകളിലാണെങ്കിൽ നിങ്ങൾ ഡയബറ്റിക് ആണെന്നും ഈ ടെസ്റ്റ് വഴി നമുക്ക് മനസ്സിലാക്കാം. കേരളത്തിൽ പലർക്കും ഫാസ്റ്റിംഗ് ഷുഗർ സാധാരണയായിരിക്കും, പക്ഷേ HbA1c ഉയർന്നിരിക്കുകയും ചെയ്യും. അതിനർത്ഥം നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ എന്തോ ഒരു പ്രശ്നം പതുക്കെ നടക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ HbA1c എന്തുകൊണ്ട് കൂടുതൽ പ്രാധാന്യം അറിയിക്കുന്ന എന്നാണ് എന്ന് നമുക്ക് നോക്കാം. ഈ HbA1c നമ്മുടെ ശരീരത്തിൽ ഉയർന്നാൽ എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് സാവധാനത്തിൽ ഹൃദ്രോഗങ്ങൾ, അതുപോലെ തന്നെ വൃക്ക തകരാറുകൾ, കാഴ്ചക്കുറവ്, അതുപോലെ തന്നെ നാഡീ പ്രശ്നങ്ങൾ, കാലിൽ മുറിവുണ്ടായെങ്കിൽ മുറിവ് ഉണങ്ങാതിരിക്കുക, അതുപോലെ തന്നെ സ്ട്രോക്ക്, ഡിമെൻഷ്യ, ഇവയുടെയൊക്കെ സാധ്യത വളരെ ഉയരുകയാണ് ചെയ്യുന്നത്. ഇനി ഭയപ്പെടുത്തുന്ന ഒരു കാര്യം പറയാം. നിങ്ങൾക്ക് ആദ്യഘട്ടത്തിൽ യാതൊരു ലക്ഷണവും ഉണ്ടാകണമെന്നില്ല. നിങ്ങൾ സുഖമായിരിക്കും, പക്ഷേ നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ ഒരു ഡാമേജ് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രമേഹത്തെ സൈലന്റ് ഡിസീസ് എന്ന് പറയുന്നത്. ഇനി ഈ HbA1c കുറയ്ക്കുവാനുള്ള പ്രധാനമായ ഒരു മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി നിങ്ങൾ വെളുത്ത അരി, അതുപോലെ തന്നെ മധുര പലഹാരങ്ങൾ, മധുരമുള്ള ഡ്രിങ്ക്സ് ഇവ കുറയ്ക്കുക. കേരളത്തിൽ പ്രത്യേകിച്ച് വെള്ള അരി കൂടുതൽ ഉപയോഗിക്കുന്നവരാണ്. അതുപോലെ തന്നെ ചായയിൽ അധികമായി പഞ്ചസാര ഉപയോഗിക്കുന്നവരുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ജ്യൂസ് അടിച്ച് കുടിക്കുന്നവരുണ്ട്. ബേക്കറി ഐറ്റംസ് കൂടുതൽ കഴിക്കുന്നവരുണ്ട്. വൈറ്റ് ബ്രെഡ്, ഇവയൊക്കെ രക്തത്തിലെ ഷുഗർ വളരെ വേഗത്തിൽ ഉയർത്തുന്നവയാണ്. ഇവ പെട്ടെന്ന് ഒരു ദിവസം പൂർണ്ണമായി ഒഴിവാക്കണമെന്നല്ല, മറിച്ച് നിങ്ങൾ അതിന്റെ അളവ് നിയന്ത്രിച്ചു കൊണ്ടുവരേണ്ടതാണ്. അടുത്തതായി ഫൈബർ കൂടുതലായി കഴിക്കുക. ഫൈബർ കഴിച്ചാൽ എന്താണ് അതിന്റെ ഗുണമെന്ന് നോക്കാം. ഫൈബർ ഷുഗറിനെ പതുക്കെ രക്തത്തിലേക്ക് കടക്കാൻ സഹായിക്കും. നിങ്ങൾക്ക് ഒരു നിറഞ്ഞ തോന്നൽ ഉണ്ടാകുകയും ചെയ്യും. ഫൈബർ ഉള്ള ഭക്ഷണങ്ങളാണ് പച്ചക്കറികൾ, അതുപോലെ തന്നെ പയർവർഗ്ഗങ്ങൾ, ഓട്സ്, അതുപോലെ പോളിഷ് ചെയ്യാത്ത അരികൾ, ഇവയിലൊക്കെ തവിടുള്ള അരി, ഇവയിലൊക്കെ ഫൈബർ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. അതിനാൽ അവ ഭക്ഷണത്തിൽ കൂടുതലായി ഉൾപ്പെടുത്തുകയും ചെയ്യാം. അടുത്തതായി പ്രോട്ടീൻ കൂട്ടുക. പ്രോട്ടീൻ നിങ്ങളുടെ വിശപ്പ് കുറയ്ക്കുകയും അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ മസിൽ ഉണ്ടാക്കുവാൻ നിങ്ങളെ സഹായിക്കുകയും നിങ്ങളെ ബ്ലഡ് ഷുഗർ സ്പൈക്ക് ഉണ്ടാകാതിരിക്കാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളാണ് മുട്ട, മീൻ, അതുപോലെ തന്നെ ചിക്കൻ, ഇവയൊക്കെ പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റിൽ കൂടുതലായി പ്രോട്ടീൻ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അടുത്തതായി കേരളത്തിലെ ഭക്ഷണത്തിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടതാണ്. നാം കൂടുതലായി അരിയാഹാരങ്ങൾ, ധാന്യങ്ങൾ കൂടുതൽ കഴിക്കുന്നവരാണ്. മറിച്ച് അതിന് പകരമായി കൂടുതൽ പച്ചക്കറികൾ ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ എപ്പോഴും നമ്മുടെ ഒരു ഭക്ഷണത്തിൽ പ്രോട്ടീനും നമ്മുടെ പ്ലേറ്റിന്റെ 1/4 പ്രോട്ടീനും ഉൾപ്പെടുത്തുവാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഓയിലിന്റെ അളവ് വളരെയേറെ കുറയ്ക്കുകയും ചെയ്യുക. പ്രോസസ്ഡ് ഫുഡ്സിന്റെ അളവും കുറയ്ക്കുകയും ചെയ്യുക. മറ്റൊന്ന് നിങ്ങളുടെ ശരീരഭാരം കുറയ്ക്കുക എന്നതാണ്. നിങ്ങൾക്ക് ഒരു 5% ശരീരഭാരം കുറയ്ക്കാൻ സാധിച്ചാൽ പോലും നിങ്ങളുടെ ശരീരത്തിൽ വളരെ വലിയ ഒരു മാറ്റം ഉണ്ടാകും. പ്രത്യേകിച്ച് വയറിന്റെ ചുറ്റുമുള്ള കൊഴുപ്പ് അത് കുറയുക തന്നെ വേണം. അടുത്തതായി നിങ്ങൾക്ക് ചെയ്യേണ്ടതാണ് റെസിസ്റ്റൻസ് ട്രെയിനിങ് എന്ന്.
നിങ്ങളുടെ മസിലാണ് നിങ്ങളുടെ ശരീരത്തിലെ ഗ്ലൂക്കോസിനെ ഒരു സ്പോഞ്ച് പോലെ അബ്സോർബ് ചെയ്യുന്ന ഒരു ഓർഗൻ. അതായത് നിങ്ങൾ ലൈറ്റ് വെയിറ്റ് ട്രെയിനിങ്, അതുപോലെ തന്നെ റെസിസ്റ്റൻസ് ബാൻഡുകൾ ഉപയോഗിച്ചുള്ള എക്സസൈസുകൾ, അതുപോലെ തന്നെ ബോഡി വെയിറ്റ് എക്സസൈസുകൾ, ഇവയൊക്കെ നിങ്ങൾ കൃത്യമായി സ്ഥിരമായി ചെയ്യുകയും ചെയ്യുക. മറ്റൊന്ന് നിങ്ങൾ ചെയ്യേണ്ടതാണ് ദിവസവും നടക്കുക എന്നുള്ളത്. നിങ്ങൾ ഒരു 30 മിനിറ്റ് എങ്കിലും തുടർച്ചയായി നടക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ അത് ശക്തമായ ഒരു മരുന്ന് പോലെയാണ്. അതുപോലെ ഭക്ഷണത്തിന് ശേഷം ഒരു 10-15 മിനിറ്റും നിങ്ങൾ സ്ഥിരമായി നടക്കുകയും ചെയ്താൽ നിങ്ങളുടെ HbA1c കുറയ്ക്കാൻ അതും നിങ്ങളെ വളരെ നന്നായി സഹായിക്കും. മറ്റൊന്ന്, ദിവസത്തിൽ നിങ്ങൾ കൂടുതലായി ചലിക്കുക. ജിംനേഷ്യം അല്ലെങ്കിൽ വെയിറ്റ് ട്രെയിനിങ് മാത്രം മതി എന്നില്ല, മറിച്ച് ദിവസം മുഴുവൻ നിങ്ങൾ നടക്കുക. അതുപോലെ തന്നെ സ്റ്റെപ്പുകൾ, സ്റ്റെയറുകൾ ഉപയോഗിക്കുക. ഇടയ്ക്ക് നിങ്ങൾ കൂടുതലായി ഇരുന്ന് ജോലി ചെയ്യുന്നവരാണ്, ഇടയ്ക്ക് ഒന്ന് എഴുന്നേറ്റ് നടക്കുക. ഇവയൊക്കെ ചെയ്യേണ്ടതാണ്. മറ്റൊരു കാര്യം, നിങ്ങളുടെ ഉറക്കം ശരിയാക്കുക എന്നുള്ളതാണ്. നിങ്ങൾ 6 മണിക്കൂറിൽ താഴെ ഉറങ്ങുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. അതായത് നിങ്ങളുടെ ശരീരത്തിൽ ഇൻസുലിൻ ഉണ്ടെങ്കിലും നിങ്ങളുടെ ശരീരത്തിന് അതിനെ പൂർണ്ണമായി ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു 7-8 മണിക്കൂർ നിങ്ങൾ കണ്ടിന്യൂസ് നല്ല ഡീപ്പ് സ്ലീപ്പ് കിട്ടുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുകയും ചെയ്യാം. മറ്റൊരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് ആൽക്കഹോൾ കുറയ്ക്കുക. ആൽക്കഹോൾ അത് സ്ഥിരമായി കഴിക്കുന്നതിൽ അവരിൽ ലിവർ ഫാറ്റ് കൂടാനും അങ്ങനെ തന്നെ ബ്ലഡ് ഷുഗർ കൺട്രോൾ മോശമാകാനും അത് കാരണമാകും. അതുകൊണ്ട് തന്നെ ആൽക്കഹോളിന്റെ ഉപയോഗം പൂർണ്ണമായും നിർത്തുക തന്നെയാണ് ഏറ്റവും നല്ലത്. മറ്റൊന്ന്, വയറ്റിലെ കൊഴുപ്പ് കുറയ്ക്കുക എന്നുള്ളതാണ്. നമുക്ക് അറിയാം വിസറൽ ഫാറ്റ് അതാണ്, അതായത് വയറിന് ചുറ്റുമുള്ള കൊഴുപ്പാണ് ഏറ്റവും അപകടകരം ആയിട്ടുള്ളത്. അത് ശരീരത്തിലെ ഇൻഫ്ലമേഷൻ കൂട്ടുകയും അതുപോലെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കുകയും ചെയ്യും. മറ്റൊന്ന്, സ്ട്രെസ് നിയന്ത്രിക്കുക എന്നുള്ളതാണ്. സ്ട്രെസ് വന്നാൽ നമ്മുടെ ശരീരത്തിൽ കോർട്ടിസോളും അഡ്രിനാലിനും ഒക്കെ ഉയരുകയും അത് ബ്ലഡ് ഷുഗർ ഉയർത്തുകയും ചെയ്യും. കേരളത്തിൽ ഇപ്പോൾ ജോലി സ്ട്രെസ് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, ഇവയൊക്കെ ഉള്ളവരാവും മിക്കവാറും വരും. ഇവയൊക്കെയും ഷുഗറിനെ ബാധിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യും. മറ്റൊന്ന് നിങ്ങൾ ചെയ്യുവാനുള്ളത്, രാത്രി വൈകി ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കുക. നിങ്ങൾ രാത്രി ഭക്ഷണം കഴിക്കുന്നത് അത് നിങ്ങളുടെ ഷുഗർ കൺട്രോൾ മോശമാക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ രാത്രിക്കുള്ള ഭക്ഷണം മാക്സിമം ഒരു 7 മണിക്കുള്ളിൽ തന്നെ നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. അടുത്ത കാര്യം, നിങ്ങൾ എപ്പോഴും ഒരു ഹോൾ ഫുഡ്സ്, അതായത് പ്രോസസ്ഡ് ഫുഡ്സ് കുറയ്ക്കുക. അതുപോലെ തന്നെ വീട്ടിൽ ഭക്ഷണം പാചകം ചെയ്ത നാച്ചുറൽ ഫുഡ്സ് ഇവ കൂടുതലായി തിരഞ്ഞെടുക്കുകയും ചെയ്യുക. മറ്റൊരു കാര്യം, നിങ്ങൾ മരുന്നുകൾ ശരിയായ വിധത്തിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും പലരും ഷുഗർ വന്നാൽ ഷുഗർ ഡോക്ടറെ കാണാതെ തന്നെ, ഒരു കൺസൾട്ട് ചെയ്യാതെ തന്നെ സ്വന്തം ഇഷ്ടപ്രകാരം മരുന്നിന്റെ അളവ് കൂട്ടിയും കുറച്ചും ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അത് അങ്ങനെ ചെയ്യാതെ എപ്പോഴും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഇതിനു വേണ്ട മരുന്നുകൾ ഉപയോഗിക്കുകയും ചെയ്യുക. അപ്പോൾ ഈ മരുന്നുകൾ കൂടാതെ ഈ ലൈഫ് സ്റ്റൈലും എന്നുള്ളത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ ഡോക്ടറുടെ നിർദ്ദേശവും പാലിക്കുകയും ചെയ്യുക. അപ്പോൾ ഈ HbA1c അതൊരു നമ്പർ മാത്രമല്ല, അത് നിങ്ങളുടെ ഭാവി ആരോഗ്യത്തിന്റെ മുന്നറിയിപ്പ് കൂടിയാണ് എന്ന് മനസ്സിലാക്കുക. പ്രീ ഡയബറ്റീസ് പലപ്പോഴും നിങ്ങൾക്ക് സാധാരണ നിലയിൽ ആക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ഡയബറ്റിക് ആണെങ്കിലും ആദ്യത്തെ വർഷങ്ങളിലാണെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണമായും നിങ്ങൾക്ക് ഡയബറ്റീസിൽ നിന്ന് മാറാനും ഈ ഇത്തരം കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് പൂർണ്ണമായും പഴയ രൂപത്തിലേക്ക് മാറുവാനും സാധിക്കുകയും ചെയ്യും. പക്ഷെ നേരത്തെ തുടങ്ങണം എന്നില്ല. പക്ഷെ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ പെർഫെക്റ്റ് ആകണമെന്നില്ല, മറിച്ച് നിങ്ങൾക്ക് കൺസിസ്റ്റന്റ് ആയി സ്ഥിരമായി ചെയ്യുകയാണെങ്കിൽ വളരെ ചെറിയ മാറ്റങ്ങൾ പോലും, അതായത് ദിവസവും നടക്കുന്നതും അതുപോലെ തന്നെ പഞ്ചസാരയുടെ ഉപേക്ഷിക്കുന്നതും അതുപോലെ തന്നെ ഉറക്കം ശരിയാക്കുന്നതും സ്ട്രെസ് കുറയ്ക്കുന്നതും, ഇവ ആഴ്ചകളും മാസങ്ങളോളം ചെയ്താൽ നിങ്ങളുടെ ശരീരത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാകുവാനും അങ്ങനെ നിങ്ങളുടെ HbA1c ലെവൽ നോർമൽ ആകുവാനും നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും. കൂടുതൽ ഇത്തരം ഹെൽത്ത് ടിപ്സ് അറിയുന്നതിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക.